ഏറ്റവും കൂടുതൽ കല്യാണത്തെ അലങ്കോലപ്പെടുത്തുന്നത് മുസ്ലിം വിവാഹ കല്യാണ വേദികളാണ്. ഹിന്ദുസ് ആയിക്കോട്ടെ, ക്രിസ്ത്യൻസ് ആയിക്കോട്ടെ, മുസ്ലിംസുകൾ കാട്ടിക്കൂട്ടുന്ന അത്രയും പോക്കിരിത്തരങ്ങളും തമ്മാടിത്തരങ്ങളും മറ്റു മതത്തിലെ കല്യാണ വേദികളിലെ നടക്കുന്നില്ല. ഏറ്റവും കൂടുതൽ അർച്ചനക്കെട്ട പരിപാടികൾ ചെയ്യുന്നത് മുസ്ലിംസുകളാണ്. ചങ്ങാതിമാരൊക്കെ വേണം. ഏതൊരു സുഹൃത്തിനെ കല്യാണമാണ് എന്നുണ്ടെങ്കിലും അവിടെ ആദ്യം മുമ്പന്തിരി വേണ്ടത് ചങ്ങാതിമാരാണ്. പക്ഷെ അങ്ങനെ മുമ്പന്തിരി നിൽക്കുന്ന ചങ്ങാതിമാരെന്നെ ആ ഒരു സുഹൃത്തിന് അപമാനകരോടെ മാറരുതേ. സ്ത്രീകളുടെ അടിവസ്ത്രമായിട്ടുള്ള ഷെമ്മീസ് ഇട്ടിട്ടാണ് ഇവരിവിടെ ഈ കാട്ടിക്കൂട്ടുന്നത്. ഇതൊക്കെ ഇവരുടെയൊക്കെ വിചാരം ഇതൊക്കെ ഭയങ്കര സംഭവമാണ്, ഭയങ്കര എൻജോയ്മെന്റ് ആണ്. കാണുന്ന ആൾക്കാർ ഇതൊക്കെ കണ്ടുകാണ്ട് ചിരിക്കും, സന്തോഷിക്കും എന്നൊക്കെയാണ് ഈ കാട്ടിക്കൂട്ടുന്ന ഈ തേറിക്കട്ടവന്മാരുടെ ഒക്കെ വിചാരം. അല്ലെങ്കിൽ ഈ ഒരു കുടുംബത്തിൽ എന്താ ആണുങ്ങളൊക്കെ ആയിട്ട് പറഞ്ഞിട്ടുള്ള ഒരാളും പടില്ല. ഇതെന്നൊക്കെ പറഞ്ഞ എന്താണെന്ന് അറിയോ? നടപ്പുറത്തെ നാട്ടിലെ ഡബിൾ സ്ട്രോങ് ആയിട്ടുള്ള കാരണന്മാർ ഈ ഒരു ഫാമിലിയിൽ ഇല്ലാത്തത് കാരണം കൊണ്ടാണ് ഈ കാണുന്ന ഏറപ്പന്മാരൊക്കെ ആ സ്റ്റേജിൽ കയറിക്കാണ്ട് നിരങ്ങിട്ട് ആ കല്യാണത്തെ കണ്ട് അലങ്കോലപ്പെടുത്തി കൊടുക്കുന്നത്. അങ്ങനെ ഒരാൾ ആ കുടുംബത്തിലുണ്ട് എന്നുണ്ടെങ്കിൽ ആ കാട്ടിക്കൊടുന്ന ഏറപ്പന്മാരെ പിടിച്ചാണ് ചവിടാണ് കുട്ടി അടിച്ച് പൊട്ടിച്ചിട്ട് മൂലക്കലാണ് ആക്കി കൊടുക്കണം. അപ്പൊ പഠിച്ചോ ഇവരെ പോലെയുള്ള ചേറ്റകള്. കല്യാണം എന്നൊക്കെ പറയണത് ഒരാണും പെണ്ണ് പുതിയ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കുന്ന നല്ലൊരു ദിവസമാണ് കല്യാണ ദിവസം എന്ന് പറയുന്നത്. അതേ ദിവസം തന്നെ ഇവരെ പോലെയുള്ള ചേറ്റകളായിട്ടുള്ള ചങ്ങാതിമാര് വന്നുകൊണ്ടാണ് അതിനോട് നശിപ്പിച്ചങ്ങോട്ട് കൊടുക്കണത്. കുറച്ച് കോമാളികളെക്കാണ് ഇറങ്ങി കുറച്ച് എരണം കണ്ട ഏറപ്പന്മാര്. ആഘോഷങ്ങൾ വേണം, സന്തോഷങ്ങൾ വേണം, എല്ലാം വേണം. പക്ഷെ അതൊക്കെ ഒരു ലിമിറ്റ് കടന്നിട്ട് അതിന്റെ അപ്പുറത്തൊക്കെ പോയിട്ട് പല പോക്കിരുത്തങ്ങളും കാട്ടിക്കൂട്ടുന്നത് അടിവരട്ടിട്ട് പറയാൻ പറ്റും മുസ്ലിംസുകളാണ് എന്നുള്ളത്.